وبركاته على صراط مستقيم തൻസീൽ അൽ അസീസിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്ത് യാസീനിൽ വൽ ഖുർആനിൽ ഹകീം, സത്വപൂർണമായ ഖുർആന്റെ സത്യത്തിൽ അല്ലാഹു ചൊല്ലെ, ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ ഖണ്ഡിതമായിട്ടും നിങ്ങ മുർസലീങ്ങളിൽപ്പെട്ട ആളായിട്ട് ചൊന്നിട്ടായിട്ട് അല്ലാഹു ചൊല്ലെ. ആര് മക്കത്തെ മുശ്രിക്കീങ്ങ ലസ്ത മുർസല, മുഹമ്മദെ നീ റസൂൽ അല്ലാ ചൊന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല അവിടെ ഖുർആന്റെ സത്യത്തിൽ അല്ലാഹു ചൊന്നെ ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ ഖണ്ഡിതമായിട്ടും തങ്ങ മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയായിട്ട് ചൊന്നിട്ടായിട്ട് അല്ലാഹു ചൊന്നെ. മാത്രല്ല സൂറത്തു റഅദിലെ 43 ആയത്തിൽ അല്ലാഹു പഠിപ്പാട്ട കഫാ ബില്ലാഹി ലസ്ത മുർസലൻ കുൽ കഫാ ബില്ലാഹി ഷഹീദൻ ബൈനി വബൈനക്കും, നിങ്ങ നാന് റസൂൽ അല്ലാണ്ട് ചൊന്നുണ്ടെങ്കിലും നബിയെ അങ്ങനെട്ടെങ്കിൽ നിങ്ങൾ ചൊല്ലോറു കഫാ ബില്ലാഹി ഷഹീദ, നാന് റസൂൽ ചൊല്ലിക്ക് സാക്ഷി പടച്ചുറപ്പുമയ്യാവു ചൊന്നു ചൊല്ലോറു. നാന് റസൂൽ ചൊല്ലിക്ക് സാക്ഷി പടച്ചുറപ്പുമയ്യാവു ചൊന്നിട്ടു നിങ്ങൾ ചൊല്ലോറു ചൊന്നിട്ടു സൂറത്തു റഅദിലെ 43 ആയത്തിലും അല്ലാഹു പഠിപ്പാട്ടണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് എതിർത്തുണ്ടെങ്കിലും ಅದಕ್ಕೆ ആൻസർ കൊടുക്കേ പടച്ചുറപ്പായിട്ടിക്കര് ಅದಕ್ಕೆ ആൻസർ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ഉദാഹരണം നാണ് ചെന്ന്. അതേപോലെ ഒർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നടന്നുകൊണ്ടിങ്ങനെ പോയോണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പായിട്ടിക്കര് മക്കത്തെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാള് ആസിബിന് വായിൽ ചൊല്ലാള്, ആസിബിന് വായിൽ സഹമി ചൊല്ല ആള് അയാളെ നബി തങ്ങളിട്ടിക തെല്ല് മുണ്ടിത്ത് എന്നിട്ട് അയാൾ മക്കത്തെ പള്ളി ഇങ്ങനെ പോണ്ടേട്ടിക്കര്. അങ്ങനെ പോകുമ്പത്തുകയറ്റിക്കര് അവിടെ കൊരിയാർമാർ രക്ഷിട്ടുള്ളാറ്. അപ്പൊ അങ്ങ ഈ ആസിബിന് വായിലിട്ട് കേട്ടാറ്, അല്ല ആസെ നീ ഇപ്പൊ ആരട്ടിക മുണ്ടിയെ ചൊന്ന് കേട്ടാറ്, ആരട്ടിക മുണ്ടി വന്നേന്ന്. അപ്പ ഈ ആസിബിന് വായിൽ ചൊല്ലി ഈ മനുഷ്യ ചൊന്തു, നാന് മുണ്ടി അബത്തർ റെട്ടിക ചൊന്തു. അബത്തർ റെട്ടിക മുണ്ടിയാണ്ട് അബത്തർ ചൊന്നിട്ടെങ്കിൽ സന്താനം ഇല്ലാത്തവന് ചൊന്നിട്ടായിരിക്കും അർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ക ഒപ്പാത്തായ സന്ദർഭത്തിലായിട്ട് ചൊല്ലത് സന്താനം ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ മുണ്ടിയെ ചൊന്നിട്ടു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്താനം ഇല്ലാത്തവന് ചൊന്നിട്ട് ഇൻസൾട്ട് ആയിട്ട് ഇങ്ങനെ പലക്ക പറഞ്ഞപ്പ അപ്പ പടച്ചുറപ്പ് ചൊന്ന ഇന്ന ആതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബിയെ ആര് സന്താനം ഇല്ലാണ്ട് ചൊന്നാണ് അവനായിട്ടിരിക്കുന്ന സന്താനം ഇല്ലാത്തവൻ. നബി തങ്ങളെ സന്താനം ഇല്ലാത്തവന് ചൊന്നിട്ടു അങ്ങ ഗുട്ടുലായിട്ടിരിക്കുന്ന ഇങ്ങനെ മുണ്ടിയുണ്ടായെങ്കിലും അങ്ങ് ഗുട്ടുലായിട്ടിരിക്കുന്ന ഇങ്ങനെ മുണ്ടേ അങ്ങനെ മുണ്ടേ ആയിട്ടിക്കര് ആയെങ്കില ഇത് പടച്ചുറപ്പ് പിടിച്ചില്ല. പടച്ചുറപ്പ് എന്തിനാ ചൊന്ന നബിയെ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, ആര് തങ്ങൾക്ക് സന്താനം ഇല്ലാണ്ട് ചൊന്നാണ് അവനായിട്ടിക്ക് സന്താനം ഇല്ലാത്തവന് ചൊന്നിട്ടു പടച്ചിറവ് അവിടെ ഇടപെട്ട് ചൊന്ന് ഇന്ന ആത്മീനാക്കൽ കൗസർ, നബിയെ നിങ്ങൾ ധാരാളം സന്താനത്തിന് അങ്ങ് തന്നറ ഖിയാമത്ത് നാൾ പോലും നബിയെ തങ്ങൾ സന്താനം ഉണ്ട് ചൊന്നിട്ടായിട്ടിക്കര് ഇന്ന ആത്മീനാക്കൽ കൗസർ ചൊല്ലിയ അർത്ഥത്തില് ഇമാമിങ്ങ വ്യാഖ്യാനാക്കിടാറ്. അപ്പൊ ഏതൊരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ നൊമ്പലാക്കുമ്പോഴത്തേക്കും അപ്പ പരിശുദ്ധ ഖുർആൻ അവിടെ ഇടപെട്ടു. അപ്പ പടച്ചിറപ്പ് അവിടെ എന്താക്കട ഇടപെട. എന്നിട്ട് ഖുർആൻ ചൊല്ലേ ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വഅദ്ദ ലഹും അദാബൻ മുഹീന. അല്ലാഹുടെയും അല്ലാഹുടെ റസൂലിനെ മാത്രം തെല്ലെങ്കിലും നമ്പലാക്കിണ്ടായെങ്കിൽ അവനു ദുനിയാവിലും തോത്തുപോയ ദുനിയാവിലും അല്ലാഹുടെ ശാപ്പുണ്ടു, ആഖിറത്തിലും അല്ലാഹുടെ ശാപ്പുണ്ടു. മാത്രല്ല വഅദ്ദ ലഹും അദാബൻ മുഹീന. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 56 ആയത്തിൽ ചൊല്ലേ അവനുക്ക് ശക്തമായ അദാബ് നാല ആഖിറത്തിലുണ്ട് ചൊന്നിട്ടായിട്ടിക്കര് അല്ലാഹുടെ ഖുർആൻ ചൊല്ലേ. ഇങ്ങനെ നോക്കൂ, വലീദ് ഇബ്നു മുഗീറ ചൊല്ലെ മനുഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതൊരു മീറ്റിംഗ് കൂടിയാറ്. മീറ്റിംഗ് കൂടിയിട്ട് നബി തങ്ങളെ എന്തിരെ ചൊല്ല്, നബി തങ്ങൾ എന്തിരെ പേര് കൊടുക്കുക ചൊന്നിട്ട് ഇങ്ങനെ കുറെ അഭിപ്രായം വന്നിട്ടാകുമ്പോ അവിടെ ഒരു അഭിപ്രായം ചെന്നെതിരെ വലീദ് ചൊല്ലെ ഈ വലീദ് ഇബ്നു മുഗീറ ചൊല്ലാലായിട്ടിക്കര അഭിപ്രായം ചെന്നെ മുഹമ്മദിന് നിങ്ങൾ പിരാന്താ ചൊന്ന് കൊടുക്കുക ചൊന്നിട്ടായിട്ടിക്കര്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്നൂൻ ഇന്നക മജ്നൂൻ, മുഹമ്മദേ നിനക്ക് പിരാന്താ ചൊല്ലിയ പേര് നീ പിരാന്തായിട്ടിക്കര ചൊന്നിട്ടു. ഇങ്ങനെ പിരാന്താ ചൊല്ലിട്ടു
ആ പിരാന്താ ചൊല്ലുവാ ചെന്നിട്ടു വലീദ് ഇബ്നു മുഗീറ ഇങ്ങനെ ചൊന്നിട്ടാൻ പറ്റുക അള്ളാഹു തആല എന്താക്കി ഒന്നുണ്ട ഈ വലീദ് ഇബ്നു മുഗീറയുടെ ഒന്ന് ചൊന്നേക്ക് 10 ആയിട്ട് അള്ളാഹു തിരിച്ചടിച്ച് ഒന്ന് ചൊന്നേക്ക് അള്ളാഹു എന്താക്കിയ 10 കൊണ്ട് അള്ളാഹു തിരിച്ചടിച്ച ഇവിടെ സൂറത്തുൽ ഖലമിലും സൂറത്തുൽ ഖലമിൽ അള്ളാഹു ചൊന്ന ഫലാ തുതിൽ മുകദ്ദിബീൻ നബിയെ നിങ്ങൾ ഒരിക്കലും കല്ലട നിങ്ങൾ അനുസരിക്കേണ്ട പച്ച കളവ് ചൊല്ലുകൊണ്ടിട്ടിക്ക് അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കേണ്ട ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊന്നെ കളവ് ചൊല്ലണം ഒന്നാമത്തെ സ്വഭാവം ഈ വലീദ് ഇബ്നു മുഗീറയുടെ സ്വഭാവം കളവ് ചൊല്ല സ്വഭാവമായിട്ട് ഒന്ന് എന്നിട്ട് പിന്നെ അള്ളാഹു ചൊല്ലെ കുല്ല ഹല്ലാഫ് രണ്ടാമത്തെ സ്വഭാവം തൊട്ടേക്ക് പിടിച്ചേക്ക് സത്യദ്രവണായിട്ടിക്കറവണം വലീദ് ഇബ്നു മുഗീറയുടെ സ്വഭാവം എടുത്ത് ഖുർആൻ ചൊല്ല് അവന് തൊട്ടേക്ക് പിടിച്ചേക്ക് സത്യദ്രവണായിട്ടിക്കറ അതേപോലെ മഹീൻ ചൊന്നിട്ടെങ്കിൽ എറപ്പാലി ചൊല്ലല്ലേ ഏറ്റവും ലോ ക്ലാസ് ഒരാള് ചൊന്നിട്ട് എന്നിട്ടാ മൂന്നാമത്തെ സ്വഭാവ ഖുർആൻ എടുത്തുകൊണ്ട് അവൻ എറപ്പാലിയായിട്ടിക്കറ അല്ലണ്ടെങ്കിൽ ഏറ്റവും നീചമായ ആളായിട്ടിക്കറ നബിയെ എന്നിട്ട് അള്ളാഹു നബി താലട്ടി അള്ളാഹു ചൊല്ല് എന്നിട്ട് പിന്നെയും അള്ളാഹു ചൊല്ല് ഹമ്മാസ് ചൊന്നുണ്ടെങ്കിൽ അവനുക്കുള്ള പിന്നോട് സ്വഭാവമായിട്ടിക്കര് ആൾമാരെ ഇൻസൾട്ട് ആക്കറവനായിട്ടിക്കറവണം ആൾമാരെ അവനെ വലിയ ആൾമാരെ എല്ലാരെയും അവൻ കീഴായിട്ട് കണ്ടവനായിട്ടിക്കറ ഇതായിട്ടിക്കര് ഈ വലീദിരെ സ്വഭാവ എന്നിട്ട് പിന്നെയും അള്ളാഹു ചൊല്ല മശ്ശാഇൻ ബിനമീം അവന്റെ അഞ്ചാമത്തെ സ്വഭാവം തിരിച്ചിട്ടുണ്ടെങ്കിൽ ചാടി ഫസാദാക്രമണായിട്ടിക്കറ ആറും തിർസത്തിൽ നിന്നുണ്ടെങ്കിൽ തിർസത്തിലേക്കൊണുപെടല ഓൺ അങ്ങനെട്ടിക്ക് ഇടയിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് പരസ്പര അങ്ങനെ ഇടയിൽ അർസാക്കുമ്പോഴത്തെ ചാടിയാക്കടെ അങ്ങനത്തെ സ്വഭാവം ഉള്ളവനായിട്ടിക്കറ ഈ വലീദ് ഇബ്നു മുഗീറ അത്ര മാത്രല്ല മന്നാഇൻ ലിൽ ഖൈർ ഏതെങ്കിലും ഒരു അവിടെ റായത്തിൽ മാത്രം നല്ല സ്വഭാവം ഉണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಪಾರ ಬೇಕರವನಾയിട്ടിക്കറ നല്ലതെന്തോ ആക്കപ്പെടല എന്ത് നല്ല സ്വറാക്കടു ಅದಕ್ಕೆ എതിർ ബന്ധവനായിട്ടിക്കറ വലീദ് ഇബ്നു മുഗീറ എന്നിട്ട് മുഹത്തദ് ചൊന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദുഷ്കർമ്മിയായിട്ടിക്കറ വലീദ് ചൊന്നിട്ടു ഖുർആൻ ചൊന്നു എന്നിട്ട് മാത്രല്ല പിന്നെയും അള്ളാഹു ചൊല്ലെ അസീം അവൻ ബടാ പാപ്പിയായിട്ടിക്കറ ചൊമ്മ തപ്പാക്കിയവനായിട്ടിക്കറ ചൊന്നിട്ട് അള്ളാഹു ചൊന്ന എന്നിട്ട് മാത്രല്ല ഇതെല്ലാം ചൊന്നിട്ടു ഒലിബാമത്തെ സ്വഭാവം കൊണ്ട് ചൊല്ലെ ഒത്തുല്ലിൻ നബിയെ തങ്ങ കൊണ്ട് കുർത്തകിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചൊല്ലോറു എന്തിനെ ഒന്നുണ്ടാ ഒത്തുല്ല് ചൊന്നുണ്ടെങ്കിൽ വലിയ പയറുള്ളവനായിട്ടിക്കറവണം എന്നിട്ട് പിന്നെ ലാസ്റ്റ് അള്ളാഹു ചൊല്ലെ 10ാമത്തെ സ്വഭാവം ചൊല്ലെ ബാദദാലിക സനീം ഇത്ര മാത്രല്ല നബിയെ അവന അബ്ബല്ലാത്തവനായിട്ടിക്കറ ചൊന്നിട്ടു പരിശുദ്ധ ഖുർആൻ ചൊന്നു അബ്ബല്ലാത്തവനെ ചൊന്നിട്ട് അള്ളാഹു ചൊന്ന അബ്ബല്ലാത്തവനെ ചൊന്നുണ്ടെങ്കിൽ കിട്ടിയവനക്ക് പറഞ്ഞവന് ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹു സൂറത്തുൽ ഖലമിടെ ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമായിട്ടും ഞങ്ങളെ ടീപടിപ്പാട്ടണം അപ്പൊ നബി തങ്ങൾ അവൻ ചൊന്നെതിരെ ഒന്നായിട്ടിക്കര് ചൊന്നെ കിറാന്താണ് ചൊന്നേക്ക് അള്ളാഹു എന്താക്കിയ ഒലിമ്പ് കൊണ്ടിട്ടുള്ള 10 കൊണ്ടിട്ടുള്ള തിരിച്ചടിച്ച ഇങ്ങനെ എന്ത് ചെയ്ത് കൊണ്ടുണ്ടാ റായത്തിൽ വലിയൊരു ചർച്ചയിട്ട് എന്തിരെ ഈ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എല്ലാരും ഒന്ന് ഓദിക്കാൻ പാടിട്ടിരിക്കുമ്പോഴത്തേക്കും അപ്പ റായത്തങ്ങ് ചൊന്നാറ് ഓക്കെ ബാക്കി ഒലിമ്പോ ഓക്കെ വലീദ് ഇബ്നു മുഗീറ ഒലിമ്പോ സ്വഭാവം ഓണ്ടയിലുണ്ട് ആയെങ്കിൽ ലാസ്റ്റിൽ ചൊല്ലിയത് മാത്രമൊന്നും സമയമില്ല ലാസ്റ്റിൽ എന്തൊരു ചൊന്നെ അബ്ബയില്ലാത്തവന് പറഞ്ഞവന് ചൊന്നിട്ടായിട്ടിക്കര് ഇത് സമയമില്ല കാരണം എന്താ വലീദ് ഇബ്നു മുഗീറയുടെ മോനായിട്ടിക്കര് വലീദ് ചൊന്നിട്ടായിട്ടിക്കര് സാധാരണ റായത്തിൽ ചൊല്ലല്ലേ ഇത് സമയമില്ല ചൊന്നത് ഇതൊക്കെന്താക്കി ഇറങ്ങുന്നുണ്ട നബി തങ്ങ ഗോ ബാക്ക് പിടിക്ക തുടങ്ങിയാറ് നബി തങ്ങ എതിർക്കുന്നത് തുടങ്ങിയാറ് അങ്ങനെ നബി തങ്ങ ചൊന്നു നീങ്ങൊന്ന് കേട്ടു നോക്കൂ ചൊന്നു ನಾನು ചൊല്ലത്ത് തപ്പുണ്ടായി നിങ്ങൊന്ന് കേട്ട് നോക്കൂ വ്യഭിചാരത്ത് പറഞ്ഞവൻ അല്ല ചൊന്നിട്ട് പ്രൂഫ് ആക്കോ നോക്കുക നിങ്ങൊന്ന് പ്രൂഫ് ആക്കാതെ ചൊന്നിട്ട് ഇങ്ങനെ നബി തങ്ങ ചൊന്നു അണ്ടത്തെ സഭയോടെ എന്തായിട്ട് മുട്ടുത്തു അങ്ങനെ വലീദ് ഇബ്നു മുഗീറക്ക് ഭാര്യ കോസി എന്ത് തോന്നുന്നുണ്ടാ മുഹമ്മദ് മാത്രം ലാസ്റ്റ് മാത്രം വിഷയം ചൊന്നില്ലുണ്ടെങ്കിൽ മുഹമ്മദ് എല്ലാവരും സ്വീകരിക്കാണ്ടാറ് മാത്രമാണ് ലാസ്റ്റ് വിഷയം ചൊന്നതായില്ല മാത്രം കാരണം നാന് അബ്ബില്ലാത്തതുകൊണ്ടല്ലേ മുഹമ്മദ് ചൊന്ന് യഥാർത്ഥ നക്കപ്പുണ്ടല്ല ആറ് നക്ക് മുഗീറാത്തുള്ള അപ്പുണ്ട് നക്ക് അപ്പൊ ഇത് ചൊന്നത് മാത്രം സമയമില്ല ചൊന്നിട്ടു ഓണ് ഭാര്യ കൊസി ആയെങ്കില പിറ്റാണ് നോക്കും ഇടിയൊരു പാട്ടായിട്ടിരിക്കുന്നത് 4 അങ്ങാട്ടിലും അവിടെ ആൾ കൂടിയിട്ട് മുഹമ്മദ് ചൊന്നെ ഒലിമ്പ വിഷയം ശരിയായിട്ടിരിക്കുന്നു ഒലീദിട്ടുള്ള വിഷയം ഒലിമ്പ വിഷയം ഒലീദ് കൊണ്ടു 10ാമത്തെ വിഷയം ഇപ്പൊ തീരാണ്ടുണ്ട അഭിപ്രായ ഇതായിട്ടിരിക്കരുത് 10ാമത്തത് ഇപ്പൊ തീരാണ്ടുണ്ട ഒലിമ്പ സമയല്ലേ ഒലിമ്പ സമയക്കുമ്പോ 10ാമത്തെ ഒന്നും സമാവണില്ല ചാൻസസ് അല്ലേ
ಅಪ್ಪ ಬೇರೆ ಒಕ್ಕು ಅದು ನಂಗೆ ಚೊಲ್ಲಿ ಅವನು ಉಮ್ಮರಟ್ಟಿಗೆ പോയി കേട്ട് കുന്താവാന്ന് അവന്റെ ഉമ്മരട്ടിಗೆ പോയി കേട്ടിട്ട് അതിൽ കുന്താവാന്ന് ചൊല്ലിട്ട് ഇങ്ങനെ റായത്തിന് ഇങ്ങനെ പാട്ടിങ്ങനെ തുടങ്ങിയാറ് ഒലീദിന്റെ ബാക്കിൽ അവിടുത്തോലും കൂടി ആൾമാർ പിറ്റാണ്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഡൗട്ടിലായിട്ട് നോക്കണം ഒലീദിനെ. ഓ ഒലീദും വ്യഭിചാരത്തേക്ക് പറഞ്ഞവനും അവന്റെ ഉമ്മരട്ടിಗೆ കേട്ടിട്ടുണ്ടെങ്കിലായിട്ട് ആ വിഷയം കൺഫേം അവിടെ ചൊല്ലിട്ട് ഇങ്ങനെ റായത്തിൽ പാട്ടാവ് തുടങ്ങി. ഇതാകുമ്പോഴത്തേക്ക് ഒലീദ് എന്തായിട്ട് തോന്നുന്നുണ്ടാ ഈ വിഷയം ഒലീദ് കിട്ടി റായത്തിൽ തന്റെ എതിർത്തിട്ട് ഇങ്ങനെ പാടിയിട്ടുള്ളവരെ ചൊല്ലി വിഷയം കിട്ടിട്ടാകുമ്പോഴത്തേക്ക് ഈ വലീദ് ഇബ്നു മുഗീറ എന്താക്കി ഒന്നുണ്ടാ നബി തങ്ങളെ കൊല്ലണവിനിട്ട് ഒരു കത്തിയും പിടിച്ചോണ്ട് പോയ ഉമ്മരട്ടിಗೆ സമ്മത കേൾക്കണു. ഉമ്മരട്ടിಗೆ പോയി சொன்னா അല്ലമ്മ മുഹമ്മദിനെ കഥ ഹജ്ജാനി മുഹമ്മദുൻ ബി അശ്രി ഖിസാൽ മുഹമ്മദ് ഒലിമ്പോ വിഷയ അശ്ലീലമായ ഒലിമ്പോ വിഷയ പിന്നെ കഥ അശ്രി ഖിസാൽ 10 വിഷയമായിട്ടിക്കര് 10 അശ്ലീലമായ വിഷയമായിട്ടിക്കര് മുഹമ്മദിനുണ്ട് ചെന്നത്. ആയെങ്കില ലാസ്റ്റിൽ ചെന്നത് നക്കുറുക്കലും അത് പിടിച്ചില്ല. കാരണം നാന് മുഗീറയുടെ മോനല്ലേ, നന്റെ അപ്പ മുഗീറല്ലേ. ലാസ്റ്റ് ചെന്നത് മാത്രം എനിക്ക് പിടിച്ചില്ല. അങ്ങനെ നാന് മുഹമ്മദിനെ കൊല്ലണ കയറ്റിക്കല് ഇപ്പൊ പോണ്ട് ഉമ്മ നിങ്ങൾ ഒരു സമ്മതം തരണോ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും അങ്ങനെ അപ്പ ഉമ്മക്ക് എടുത്ത് അല്ല മോനെ വലീദ് മുഹമ്മദ് ചൊന്നെ ആ 10 വിഷയം എന്തിനാ ചൊല്ലുന്നു 10 വിഷയം എന്തിനാ. അപ്പ ഈ വലീദ് ഇബ്നു മുഗീറ എന്താക്കി വന്നിട്ടാ ഒലിമ്പോ വിഷയം ചൊന്ന 10ാമത്തെ വിഷയം ചൊന്ന 10ാമത്തെ വിഷയം എല്ലാം ചൊന്നിട്ടാകുമ്പോഴത്തേക്ക് അപ്പ ഈ വലീദ് ഇബ്നു മുഗീറയുടെ ഉമ്മക്ക് എടുത്ത് അല്ല വലീദേ ഈ ഒലിമ്പ വിഷയത്തിൽ എന്റെ അഭിപ്രായം എന്തിനാണ് എടുത്ത് ഈ ഒലിമ്പ സ്വഭാവത്തെ വിഷയം മുഹമ്മദ് ചൊന്നല്ലേ അപ്പൊ ഇതിന്റെ വിഷയത്തിൽ എന്റെ അഭിപ്രായം എന്തിനാ ചൊന്ന് എടുത്ത്. അപ്പ ഈ വലീദ് ചൊന്ന അല്ലമ്മ ഈ ഒലിമ്പ സ്വഭാവം നന്റെ ഉള്ളത് മുഹമ്മദ് ചൊന്നത് അത് സമമേ അത് സാധാരണ നാൻ കാട്ട സ്വഭാവമേ ഇട്ടിക്കര് മുഹമ്മദ് ചൊന്നത് സമ. അപ്പൊ ഉമ്മ ചൊല്ലേ അല്ല വലീദേ ഇതിന് 10ാമത്തെ ഒരു വിഷയമായിട്ടിക്കോ തീരാണ്ടുണ്ടാ ചൊന്നിട്ടായിട്ടിക്കര ഉമ്മ ഇങ്ങനെ ചൊന്നേ 10ാമത്തതും മുഹമ്മദ് ചൊന്ന പോലെ തീരാണ്ടുണ്ടാ ചൊന്നിട്ട് ഇങ്ങനെ ചൊന്നേ. അപ്പൊ ഓണ് ചൂടായിട്ട് അപ്പൊ എന്തിനാ അർത്ഥമായിട്ടിപ്പ ഞാൻ ആർക്ക് പറഞ്ഞവണോ വ്യഭിചാരത്ത് പറഞ്ഞവണ് ചൊന്നിട്ടേക്കൊന്നായില്ലേ. അപ്പൊ ഈ വലീദ് എന്തായിട്ട് ഒന്നും കൂടെ ചൂടായിട്ട് അപ്പ വലീദ് ഉമ്മരട്ടിക മുഖത്ത് നോക്കി ചൊന്ന സ്വദ്യഖീനി ഉമ്മ നേരെ ചൊല്ലണം എന്താമാ ഒരു കലി ഇവിടെ നടന്നത് നേരെ ചൊല്ലണം ഇതില് എന്താമാ ഒരു കലി നടന്നത് ഞാൻ മുഹമ്മദിനെ കൊല്ലണം എടുത്ത പോയി കത്തി കൊണ്ടിട്ട് നിങ്ങളെ തലെടുക്കുക നേരെ ചൊല്ലോർക്കും ചൊന്നു. അപ്പ ഉമ്മ ചൊന്തു വലീദേ നീ എന്തും ചൂടാവണ്ട വലീദേ ചൂടാവണ കുത്തിറ നാ വിശേഷല്ലേ നാന് വിശേഷല്ലേ എന്തേ ചൊന്നെങ്കിൽ കതുക്കാൻ അബൂക്ക ഇന്നീന വലീദേ നിന്റെ ബാപ്പായെങ്കിലുണ്ടല്ലോ മുഗീറ എങ്കിൽ അവനുക്ക് എന്തില്ല കാമശക്തി അവനുക്കില്ല. നിന്റെ ബാപ്പക്ക് കാമശക്തി ഒന്നും ഇല്ല. ആയെങ്കിലാ നാനെന്താക്കിയ നിന്റെ ബാപ്പരട്ടിക്ക് നാൻ കുറേ ടൈം നാ സ്വബരെടുത്തെ കാമശക്തി ബാപ്പക്ക് ഇല്ല ചെന്നിട്ട് നാനെന്താക്കില്ല വേറെ തെരുവൊന്നും നാ നോക്കില്ല വേറെ വ്യഭിചാരത്തിക്കൊന്നും നാ പോയില്ല. നന്റെ കാമത്തെ നാനെന്താക്കിയ തടഞ്ഞു വെച്ച. പിന്നെ എന്തിനു വെച്ചെന്നുണ്ടെങ്കിൽ ഒരു നാളായിട്ടിക്കര് നിന്റെ അപ്പടെ ഇലവുണ്ടെ മക്ക ഇങ്ങനെ പലക്ക വരുത് കേട്ട എന്തിനായിട്ട് ഈ വലീദ് ഇബ്നു പിന്നെ മുഗീറയുടെ പെഞ്ഞായിക്കും ചൊമ്മ സമ്പത്തുണ്ട് ഇങ്ങ മാത്ത് മരിച്ചു പോയണ്ടായെങ്കിലാ സമ്പത്തെല്ലാം ഞങ്ങൾക്ക് ഇട്ടല്ലേ ചൊന്നിട്ടു ഇങ്ങനെ ആറ് മുണ്ടിയോണ്ടുള്ളാറ് മുഗീറയുടെ ഇലവുണ്ടെ മക്ക ഇങ്ങനെ മുണ്ടിയോണ്ടുള്ളാറ്. ഈ വിഷയം ആർക്ക് എടുത്ത് ഈ മക്ക എടുത്ത് വലീദ് ഇബ്നു മുഗീറയുടെ വലീദിനെ ഉമ്മക്ക് എടുത്ത്. അപ്പ ഈ ചൊല്ലേ ഒലീദേ ഞാൻ ഇതെല്ലാം ആക്കിയത് നിന്റെ ടിക്ക് പിടിച്ചത്തിലായിട്ടിക്കരുത്. അങ്ങനെ ഇത് നിന്റെ മൂത്തപട പിന്നെ കുഞ്ഞാപട മക്ക ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും അപ്പ നക്കൈത്ത് ഓ ഇനി സ്വത്തല്ല നങ്ങ മരിച്ചാൽ പിന്നെ സ്വത്തല്ല ഇങ്ങ കിട്ടല്ലേ അത് കിട്ടോ തീരാ ചെന്നിട്ട് നാണെന്താക്കിയ നാന് നന്റെ പിന്നെ മാപ്പിള്ളിട്ടിക്ക് പോയി ചെന്നിട്ടുണ്ടെങ്കിൽ ഓണ്ട് കൊണ്ടിട്ട് എന്തോറും കിടാവാക്കും ഓണ്ട് കൊണ്ട് സാധ്യമല്ല. കാരണം ഓണ് കാമില്ലാത്തവനായിട്ടിക്കറ. അങ്ങനെ ഒലീദേ ഞങ്ങൾ ഔത്തുള്ളൊരു സ്വർത്തവനില്ല തനിക്ക് തോന്നില്ലേ ശരിക്കുമ്പത്തേക്ക് ഒരു സ്വർത്തവനിന്ന ഞങ്ങൾ ആട് മേയിച്ചോണ്ടും ഔത്ത സൊറാക്കിട്ടും ഒരാളില്ല ಅಂತ മാത്രല്ല നിന്റെ കളിപ്പാട്ടി ഉണ്ടല്ല ಅಂತ ഒരാള് ഒക്കും അതായിട്ടിക്കര് നിന്റെ ബാപ്പാ ചെന്നിട്ടു നാണേ അവന്റെ ഒട്ടിക്ക് ബന്ധപ്പെട്ട കാരണത്തില് നീ ഉണ്ടായിടേ ചെന്നിട്ടു വലീദ് ഇബ്നു മുഗീറയുടെ ഉമ്മ തന്റെ മുഖത്തേക്കാണ് നോക്കി ചൊല്ലുമ്പോഴത്തേക്കായിട്ടിക്കര് ഓണുകൊണ്ടായ നാണ് പറഞ്ഞത് വ്യഭിചാരത്തിക്ക് പറഞ്ഞവനായിട്ടിക്കര നാണ് യഥാർത്ഥ അപ്പക്ക് പറഞ്ഞവനല്ല ചെന്നിട്ടായിട്ടിക്കര അപ്പ കൊന്താമ്പത്തേക്കായിട്ടിക്കറ കർത്തായെ നാണ് മുഹമ്മദിനെ വെറുതെ നാണ് ചെന്നുപോയി നാണ് മുഹമ്മദിനെ
മജ്നൂനോ ചെന്നിട്ട് ഒരു വിഷയം ചെന്ന കാരണത്തില് നക്ക് തിരിച്ചടിക്കിട്ടിയത്ര ഒലിമ്പല്ല 10ാമത്തെ പോലും ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നു ബന്ധു ചെന്നിട്ടായിട്ടിക്കര് അവൻ അർത്ഥാക്കിയത്. അപ്പൊ ഇത് കൊണ്ടിട്ടു ഞങ്ങൾ അർത്ഥാവിടെ എന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ നൊമ്പലാക്കേണ്ടെങ്കിൽ അവിടെ ഇടപെട്ടൊരാകുന്നുണ്ടാകും. മനുഷ്യന്മാർ ഇടപെടുന്നുണ്ടെന്നില്ല, പടച്ചുറപ്പ് ഇടപെട്ടിട്ട് ആ കാര്യം എങ്ങനെ ആക്കണു അതുപോലെ ആക്കി തീർക്കടാ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ മുതൽ വ്യക്തമായിട്ട് ചെന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയം നാളെ ചൊല്ലുക. അള്ളാഹുടെ പരിശുദ്ധമായ ഖുർആന്റെ ധാരാളം പഠിക്കൊണും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കൊണും ജീവിതത്തിൽ പാഠമാക്കൊണും അതിന്റെ കാരണത്തിൽ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ യാറാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി